Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 6 മെഗാപിക്സൽ ഹയർ റെസൊല്യൂഷൻ ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാമറ AcuSense ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ക്യാമറയുമായിട്ട് ഹിക്വിഷന്റെ ഈ ഒരു AcuSense ക്യാമറയുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഹ്യൂമൻ വെഹിക്കിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഹ്യൂമൻസിനെയും വെഹിക്കിളിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം മറ്റ് ക്യാമറകൾക്കൊന്നും ആ ഒരു കഴിവില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ ക്യാമറ വെച്ചിരിക്കുന്നതെങ്കിൽ, ഈ ക്യാമറയല്ല കേട്ടോ, ഒരു സാധാരണ ക്യാമറയാണ് വെച്ചിരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം നടന്നതിന് ശേഷം പ്ലേ ബാക്ക് എടുത്ത് നോക്കുമ്പോഴാണ് നമ്മളത് കാണുന്നത്. അതേസമയം ഈ ടൈപ്പ് ക്യാമറകളാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇത് ഒരു പടി മുന്നിൽ നിൽക്കുന്ന ക്യാമറയാണ്. ഈ ക്യാമറകളാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ആ ഒരു റിയൽ മൊമെൻറ്റിൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് പറയും സാധാരണ ക്യാമറകളിലും ഈ ഒരു ഫീച്ചർ ഉണ്ടല്ലോ, മോഷൻ ഡിറ്റക്ഷൻ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ടല്ലോ എന്ന് പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. സാധാരണ ക്യാമറകളിൽ ഒരു പൂച്ചയോ പട്ടിയൊക്കെ അതിൽ പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് അലേർട്ട് വരും. അതായത് അവിടെ ഒരു ഈച്ച വന്നാൽ പോലും ഒരു അലേർട്ട് വരും, കാരണം അതൊരു മോഷൻ ഡിറ്റക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പല പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ ഈ മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടുകൾ നമ്മൾ വരുമ്പോൾ റിയൽ ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അതേസമയം ഇത് ഒരു മനുഷ്യൻ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു അലേർട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ആക്യുറസി, നമുക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ കെയർഫുൾ ആകാൻ പറ്റും എന്നർത്ഥം. AcuSense ക്യാമറകൾ രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് നൈറ്റ് വിഷൻ കളർ വരുന്നതും ഒന്ന് ഇതുപോലെയുള്ള നൈറ്റ് വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നതും. അപ്പോൾ ഈ ക്യാമറ പകൽ മാത്രമായിരിക്കും കളർ വരുന്നത്, കാരണം ഇതിന് ഇൻഫ്രാറെഡ് നൈറ്റ് വിഷനാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ AcuSense 6MB ക്യാമറ. ഇത് 4mm ലെൻസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മുടെ Hikvision 2.8mm, 4mm അതുപോലെ 6mm ഇങ്ങനെ പല ലെൻസുകളിൽ ക്യാമറ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന ക്യാമറകളൊക്കെ ഇതുപോലെ 4mm ലെൻസ് വരുന്ന ക്യാമറകളാണ് കേട്ടോ. അപ്പോൾ 4mm ലെൻസ് ക്യാമറയുടെ വൈഡ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഏകദേശം 87 ഡിഗ്രിയാണ് വൈഡ് ആംഗിൾ വരുന്നത്. അപ്പോൾ Hikvisionൻ്റെ എല്ലാ ക്യാമറകളും നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വാട്ടർ പ്രൂഫ് ടേപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ പ്രൂഫ് ടേപ്പ് എല്ലാവരും നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗിക്കുക. ഇതൊരു ടാർ പോലത്തെ ഒരു സാധനമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാമറയുമായിട്ടുള്ള കോൺടാക്റ്റ് അതിന് വരാൻ പാടില്ല. പിന്നെ വരുന്നത് വെച്ചാൽ ഒരു അലൈൻ കീ ആണ്. നമ്മുടെ ഈ ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലൈൻ കീ ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും ക്യാമറ ഫിക്സ് ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് ക്യാമറ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് സെറ്റാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ക്യാമറ ആണ് വരുന്നത്. അതുമാത്രമല്ല, പിന്നെ ഒരു വെതർ പ്രൂഫ് ഗ്ലാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെതർ പ്രൂഫ് ഗ്ലാൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് ഇടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറയെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. നമ്മുടെ സ്ക്രൂസാണ്. അപ്പോൾ ഈ ക്യാമറ ഫിക്സ് ചെയ്യാനുള്ള SS സ്ക്രൂസും അതിൻ്റെ ഗ്രിപ്പും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ 6MB ക്യാമറയാണെങ്കിലും ഈ ഒരു ക്യാമറയുടെ ലുക്കും കാര്യങ്ങളും എല്ലാം നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന 4 മെഗാപിക്സലും 2 മെഗാപിക്സലും AcuSense ക്യാമറകളെ പോലെ തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇതിൻ്റെ ഈ ഒരു ബോഡിയിൽ നമുക്ക് കാണാനില്ല. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ അന്ന് കണ്ട പോലെ തന്നെ 40 മീറ്റർ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ കിട്ടുന്ന IR LED ആണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. പക്ഷേ ആ IR LED നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പിന്നെ ഇതിന് ഇൻബിൽഡ് മൈക്ക് വരുന്നുണ്ട്. ആ മൈക്കിൻ്റെ ഒരു ഹോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാമറ മെറ്റൽ ബോഡിയാണ്. ഈ ഒരു ക്യാമറയുടെ വെയിറ്റ് അതുകൊണ്ട് തന്നെ ഏകദേശം 1/2 കിലോയോളം വരുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും ഇൻസ്റ്റലേഷൻ ശേഷം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ കേസിനകത്ത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ തിരിക്കാം. ഈ ക്യാമറയെ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും തിരിച്ച് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ടാണ് തിരിച്ച് വെക്കേണ്ടത്, ഇങ്ങോട്ട് തിരിച്ച് വെച്ച ശേഷം ഇവിടെ ഇങ്ങനെ നല്ലപോലെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ക്യാമറ അനങ്ങില്ല, അവിടെ തന്നെ ടൈറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ക്യാമറയുടെ അപ്പോൾ ഇതുപോലത്തെ ഒരു അലൈൻ കീ സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്യാമറയിൽ നമുക്കിവിടെ മെമ്മറി കാർഡ് ഇടാവുന്ന ഒരു സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു മെമ്മറി കാർഡ് ഇടാവുന്ന സ്ലോട്ട് നമ്മൾ നേരത്തെ 4 മെഗാപിക്സൽ ക്യാമറയിലും കണ്ടതാണ്, 2 മെഗാപിക്സൽ AcuSense ക്യാമറയിലും കണ്ടതാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അതുമാത്രമല്ല, ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്ന ഒരു സ്വിച്ചും ഉണ്ട്. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്ലോഷർ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഇടാവുന്നൊരു സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഹാർഡ് റീസെറ്റിനുള്ളൊരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ വെച്ചതിന് ശേഷം നമുക്ക് പാസ്വേഡ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളോ IP റിലേറ്റഡ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാമറ POE സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത ശേഷം
ഈ ഒരു ഹാർഡ് റീസെറ്റ് ചെയ്യണ ഈ സ്വിച്ചിനകത്ത് ഒരു 5 സെക്കൻഡ് ഞെക്കി പിടിച്ചിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഈ ക്യാമറ അതിൻ്റെ ഡീഫോൾട്ട് സെറ്റപ്പിലേക്ക് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പഴയ ക്യാമറകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ SADP ടൂളൊക്കെ വെച്ചിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് വരുമായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊന്നും നമ്മളിത് ഓപ്പൺ ചെയ്യരുത്. മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ മഴ ജസ്റ്റ് മാറിയ സമയത്തൊക്കെ നമ്മളിത് ഓപ്പൺ ചെയ്താൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളമൊക്കെ കയറാനുള്ള ചാൻസസ് ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യാമറ ഡാമേജ് ആവും. പിന്നെ ഇതിൻ്റെ മുകളിൽ വരെ എഴുതിയിട്ടുണ്ട് ഇത് വാർണിംഗ് ഹോട്ട് സർഫസ് ഡു നോട്ട് ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഇതൊരു മെറ്റൽ ബോഡിയാണ്, AcuSense ക്യാമറയാണ്, നല്ലപോലെ പവർ വലിക്കുന്ന ഒരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറ നല്ലപോലെ ചൂടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഈ ക്യാമറ തൊട്ട് നോക്കിയിട്ട് ഭയങ്കര ചൂടാണല്ലോ ഈ ക്യാമറ എന്ന്. അപ്പോൾ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ക്യാമറ നല്ല ചൂടാകുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് അർത്ഥം. പിന്നെ ഈ ഒരു ക്യാമറ IP ക്യാമറ ആയതുകൊണ്ട് ഈ ക്യാമറയോടൊപ്പം വന്നേക്കണ ഈ ഒരു ജാക്ക് ഉണ്ടല്ലോ, ഇത് BNC അല്ല, RJ45 ജാക്കാണ്. അപ്പോൾ നമുക്ക് POE സ്വിച്ചാണ് നമ്മൾ വെച്ചേക്കണമെങ്കിൽ ഈ POE സ്വിച്ച് നമുക്ക് ഇത് വെച്ചിട്ട് പവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാറ്റയും ഈ ഒറ്റ കേബിളിൽ കൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്തോളൂ. ഇനി അതല്ല നമ്മൾ POE സ്വിച്ച് വെക്കുന്നില്ല, സാധാ സ്വിച്ചിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു 12 വോൾട്ട് പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡാപ്റ്റർ ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നില്ല. നമ്മളൊരു സെപ്പറേറ്റ് ഒരു 12 വോൾട്ട് 2 ആംപിയറോ 1.5 ആംപിയറോ ഉള്ള ഒരു അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ POEയിലാണ് നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അടപ്പ് തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കണം. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഈർപ്പമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പൊക്കെ കയറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ടാവുന്നത് അടച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ ക്ഷമയോടുകൂടി തന്നെ നമ്മളത് അടയ്ക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഈ മോഡൽ നമ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹിക്വിഷൻ്റെ 2MB ആണോ 4MB ആണോ 6MB ആണോ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിൽ ഈ 6 എഴുതിയേക്കുന്ന സ്ഥലത്ത് 4 ആണ് വരുന്നതെങ്കിൽ അത് 4MBയും ഈ 6 എഴുതിയേക്കുന്നിടത്ത് 2 ആണ് വരുന്നതെങ്കിൽ അത് 2MB ആയിരിക്കും. അതായത് DS2CD 2023 G2IU എന്ന് പറഞ്ഞാണ് 2MB. DS2CD 2043 G2IU എന്ന് പറഞ്ഞാണ് 4MB. ഇത് 6MB ആയതുകൊണ്ട് DS2CD 2063 G2IU എന്നാണ്. ഇത് 4mm ലെൻസാണ് വരുന്നത് കേട്ടോ. 4mm ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വൈഡർ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. ഈ ഒരു ക്യാമറ തന്നെ 2.8mm 6mm ലെൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 4mm ലെൻസ് വരുന്ന ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ MRP എന്ന് പറഞ്ഞാൽ 12,900 രൂപയാണ് കൊടുത്തേക്കേണ്ടത്. നമുക്കൊരു 7,900 8,000 പ്ലസ് ടാക്സ് ഒക്കെയാണ് ഇപ്പോഴത്തെ കേസിനകത്ത് ഈ ഒരു ക്യാമറയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ വരുന്നത് 40 മീറ്റർ ആണ്. അപ്പോൾ 40 മീറ്റർ രാത്രിയിൽ ഈ ക്യാമറ കാണും എന്ന് ഈ ക്യാമറ അർത്ഥമാക്കുന്നില്ല. അതിന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡോറി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡോറി സ്റ്റാൻഡ്സ് ഫോർ D സ്റ്റാൻഡ്സ് ഫോർ ഡിക്റ്റേറ്റ്, O സ്റ്റാൻഡ്സ് ഫോർ ഒബ്സർവേഷൻ, R സ്റ്റാൻഡ്സ് ഫോർ റെക്കഗ്നേഷൻ, I സ്റ്റാൻഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു ഡോറി ഡിസ്റ്റൻസിനെ പറ്റി നമുക്ക് അറിയാതെ ഒരിക്കലും ഒരു ക്യാമറ എക്സാക്ട്ലി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം. അപ്പോൾ പിന്നെ ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈ കംപ്രഷൻ ആണ്. അതായത് വീഡിയോ കംപ്രഷൻ H265+ ആണ്. അതായത് നമ്മുടെ H264 വീഡിയോ കംപ്രഷൻ ഉപയോഗിക്കുന്ന ഒരു ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹാർഡ് ഡിസ്കിൽ ഉപയോഗിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിൻ്റെ പകുതി മാത്രമാണെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ WDR, അതായത് വൈഡ് ഡൈനാമിക് റേഞ്ച് WDR-ഉം HLC ഹൈലൈറ്റ് കോമ്പൻസേഷൻ, BLC ബാക്ക് ലൈറ്റ് കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് ബാക്ക് ലൈറ്റ് ആണെങ്കിൽ പോലും നല്ല ബെറ്റർ ക്വാളിറ്റി വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറയിൽ ഇൻബിൽഡ് മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാത്രമല്ല ഓഡിയോ കൂടെ നമുക്ക് മൊബൈലിൽ കൂടെയും അതുപോലെ TV-യിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ IP67, IP സ്റ്റാൻഡ്സ് ഫോർ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്നാണ്. അപ്പോൾ IP67 വെതർ പ്രൂഫാണ് ഈ ഒരു ക്യാമറ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ അതുപോലെ തന്നെ നമ്മുടെ ഡസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ക്യാമറയെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു ക്യാമറയാണ്. പിന്നെ ഈ ഒരു ക്യാമറ ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീടുകൾ, വലിയ വീടുകൾ, ഫ്ലാറ്റുകൾ, സ്റ്റേഡിയം, അതുപോലെ സ്കൂളുകൾ, കോളേജുകൾ, റോഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ടൈപ്പ് ക്യാമറയാണ്. അപ്പോൾ ഇത് 6MB റെസൊല്യൂഷൻ വരുന്ന ക്യാമറ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൂം ചെയ്താലൊക്കെ ഇതിൽ ഒപ്റ്റിക്കൽ സൂമിംഗ് ഒന്നും വരുന്നില്ല, ഡിജിറ്റൽ സൂമിംഗ് ആണ് വരുന്നത്. പക്ഷേ എന്നാലും നല്ലൊരു ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഈ ക്യാമറകളൊക്കെ വെക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലെ ഒന്നിൽ കൂടുതൽ ക്യാമറകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ POE സ്വിച്ച്
തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. കാരണം POS സ്വിച്ചിൻ്റെ വാട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്യാമറകൾ ഒന്നിൽ കൂടുതലൊക്കെ വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇത് POS സ്വിച്ചിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7.5 വാട്ട് പവർ കൺസപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഡാപ്റ്ററിലാണ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 വാട്ടോളമാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരിക. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ IP ക്യാമറകളാണ്. കാരണം IP ക്യാമറകളാണ് ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ HD ക്യാമറകൾക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങളും ക്വാളിറ്റി ഒക്കെ ഉള്ള ക്യാമറകളാണ് IP ക്യാമറകൾ. ഇപ്പോൾ നമ്മൾ ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ആ ഓരോ സ്ഥലത്തിനും അനുയോജ്യമായിട്ടുള്ള ക്യാമറകളാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ 6mm ക്യാമറ പറയും, ചില സ്ഥലങ്ങളിൽ 2.8mm ക്യാമറ പറയും, ചിലയിടത്ത് 2MB ക്യാമറ മതി എന്ന് പറയും, ചിലയിടത്ത് 4 വേണമെന്ന് പറയും, ചിലയിടത്ത് 6 വേണമെന്ന് പറയും, ചിലയിടത്ത് നമ്മൾ വെരി ഫോക്കൽ ക്യാമറകൾ വേണമെന്ന് പറയും. ഇങ്ങനെയുള്ള പല ക്യാമറകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആ ഓരോ സ്ഥലം കണ്ടിട്ടാണ്. ഇപ്പോൾ ചില ആളുകളെന്ന് വെച്ചാൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അതുപോലെ ഇൻസ്റ്റലേഷൻ വേണമെന്ന് പറയുന്ന ആൾക്കാർ ഏറ്റവും കുറഞ്ഞ മോഡലിലേക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വർക്ക് കിട്ടണമെന്നും എങ്ങനെയെങ്കിലും ഈ ഒരു വർക്ക് ചെയ്യണമെന്നും ആഗ്രഹിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഈ വീഡിയോ പ്ലേബാക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അത് ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ വ്യക്തമായിട്ട് കാണാനല്ലേ നമ്മൾ ഈ ക്യാമറ വെച്ചത്, ഇത്രയും പൈസ മുടക്കിയത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വയ്ക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ക്യാമറ വയ്ക്കുമ്പോൾ അത് നല്ല ഹൈ ക്വാളിറ്റി എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം.